നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അപ്പുവിൻ്റെ പോത്തുകളെ കൊടുത്തിരിക്കുകയാണ്. 2 പോത്തുകുട്ടന്മാരെയും കൊടുത്തിരിക്കുകയാണ്. കിട്ടിയ വില നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. പെട്ടെന്നുള്ള കച്ചവടമായിരുന്നു. നമ്മൾ ഫാമിലേക്കും നമ്മൾ ചോദിച്ചതായിരുന്നു. വില റെഡിയാവാത്തതുകൊണ്ട് വേറൊരാൾ കൊണ്ടുപോയി. ഇങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. പള്ളിയിലുള്ള പാർട്ടിയാണ് കൊണ്ടുപോയത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപാരമായ മഴ തന്നെയാണ്. നമ്മുടെ പോത്തിനെയും ചോദിച്ചിരിക്കുകയാണ് അവർ കയറ്റി. അവിടെ അടുത്തുനിന്നും വേറൊരു പോത്തിനെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഇതിലാണ്. നമ്മളെ പോത്തെല്ലാം വയലിൽ നിൽക്കുന്നതേ ഉള്ളൂ. അവരിനി കരയെ കയറ്റിയിട്ട് അവർ പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പുവിൻ്റെ പോത്തുകളും യാത്രയാവുകയാണ് ഇവിടുന്ന്. തിട്ടയിലോട്ട് വണ്ടി കുറച്ചുകൂടെ കയറ്റി നിർത്തിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് ആ പോത്തുകളെ കയറ്റാമായിരുന്നു. ഒരാളങ്ങ് കയറി, പിന്നെ ഒരാളിവിടെ കയറിയാൽ മതി. ഒരാളും കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നങ്ങ് മറ്റേ ആളും കയറും. കാല് കൈയൊക്കെ മുറിയാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറുമ്പോൾ. അങ്ങനെ അപ്പുവിൻ്റെ പോത്തുകൾ 10 മാസത്തോളം അവരെ കൊണ്ടുവന്നിട്ട്, നമ്മളെ പോത്തിൻ്റെ ആ സമയത്ത് വാങ്ങിയപ്പോൾ നൈനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ നൈനാമല ചന്തയിൽ നിന്ന് വാങ്ങിയ പോത്ത് വളരില്ല, പാണ്ടിപ്പോത്താണ്, ആ പോത്താണ്, ഈ പോത്താണെന്നൊക്കെ പറയുന്നവർ കണ്ടോളണം. 10 മാസം കൊണ്ട് അവർ ആ ചെറിയ കുട്ടി ഇത്രയും ഇതിൽ വളർത്തിയിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. നല്ല വളരുന്ന കുട്ടികളെ നോക്കി അവിടെ പോയി, അവിടെ ചന്തയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ ഏത് സൈസ് കുട്ടികളാണ്. എല്ലാ സൈസ് കുട്ടികളും വരുന്നുണ്ട്, നോക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മളെ പോത്തുകളെ അഴിക്കാൻ വേണ്ടി പാടത്ത് വന്നപ്പോൾ ഇവിടെ ഒടുക്കത്തെ വെള്ളം. എന്ത് ചെയ്യാനാ, മഴയെന്ന് പറഞ്ഞാൽ അന്തം വിട്ട മഴ തന്നെയാണ്. ഒരു രക്ഷയില്ല. തോട്ടിലിറക്കാൻ പറ്റില്ല. ആ സൈഡിൽ ഒരു കുറ്റി അടിച്ച് ആ സൈഡിൽ നിർത്തി കുളിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് കരുതി. കുളിപ്പിപ്പം നടക്കൂല. ചേറൊക്കെ ഒന്ന് പുറത്ത് ചേറും ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ 2 പോത്തുകളുടെ മൂക്കയറൊന്ന് മാറണം. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അതിനായിട്ട് ഇവിടെ മെനക്കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം പുറത്ത് പോയി വീഡിയോ എടുപ്പൊന്നും നടക്കില്ല. ഇന്നിനിപ്പം വ്യാഴാഴ്ച ഞാൻ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പോകുന്നുണ്ട്. മുത്തുനായകംപട്ടിക്ക് പോകുന്നുണ്ട്. സേലത്ത് മുത്തുനായകംപട്ടി ചന്തയിലൊന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇവനെ ഒന്ന് മൂക്കേറ് 2 പേരുണ്ട്. ഇവനെയും വേറൊരുത്തനെയും കൂടെ മൂക്കേറ് ടൈറ്റാണ്. അപ്പോൾ അതൊന്ന് കഴിച്ച് കളഞ്ഞിട്ട് പുതിയ കയറിടണം. ഇവ ഇത്തിരി ഭയങ്കര ഡേഞ്ചർ പോത്താണ്. ഞാൻ അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴും ഒരു ഡേഞ്ചറായിരുന്നു. ആദ്യമൊക്കെ പാവമായിരുന്നു. ഇപ്പം അവൻ ഇത്തിരി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് അവൻ ഇത്തിരി ചാട്ടോ ഓട്ടവും ഒരു തുള്ളിക്കളിയൊക്കെ ഉണ്ട് അവന്. ഈ കയറൊന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ കൊണ്ടുവന്ന ആ സമയത്ത് മൂക്ക് കുത്തിയപ്പോൾ കെട്ടിയ കയറാണ്. ഏറ്റവും തന്നെയാണ് വീണ്ടും ഇടുന്നത്. അഴിച്ച് അതിലോട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് ചെറിയ നൈസ് റോപ്പിന് കെട്ടിയിട്ട് 2 തലയോടെ പിന്നെ കെട്ടിയിട്ട് തിരിച്ച് പിടിച്ചാലും മതി. അല്ലെങ്കിൽ പാവം പിടിച്ച സൈലൻറ്റ് പോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കയർ ഊരി കളഞ്ഞിട്ട് മൂക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ പുതിയ കയർ അതിനകത്ത് കയറ്റാൻ പറ്റും. പക്ഷേ ഇവനെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ അവൻ ഒരുപാട് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അവൻ എന്നെ പെടാപ്പാട് എടുത്ത് കളഞ്ഞ് മൂക്കുകയർ മാറ്റാൻ നേരത്ത്. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ മൂക്ക് കയർ മാറ്റാമെന്നുള്ള ഇതിൽ നിൽക്കുന്നത്. 2 തലയും കെട്ടിയിട്ട് പിടിച്ച് പഴയ കയർ വലിച്ച് ഇനി പുറത്തെടുക്കുമ്പോൾ പുതിയ കയറങ്ങ് അകത്ത് കൂടെ കയറി അങ്ങ് വരും. ആ ഒരു ഇതാണ് ആ ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ പറ്റൂല. അവൻ ആളൊരു പ്രശ്നക്കാരനാണ്. അപ്പോൾ ആദ്യത്തെ വള്ളി അത് അവൻ പൊട്ടിച്ച് കളയാൻ നോക്കി. അങ്ങനെ മിസ്ലൈൻ ടേപ്പ് വെച്ചാണ് സാധാരണ നമ്മൾ ചുറ്റി കയറ്റി വിടുന്നത്. പക്ഷേ അതിൽ നിന്നില്ല. അപ്പോൾ ഞാനൊരു ചെറിയ നൈസ് റോപ്പ് 2 തലയിലും കെട്ടിയിട്ട് വലിച്ച് എടുക്കാമെന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. അല്ലാതെ അവൻ അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ചാട്ടമാണ്. എന്തായാലും നമ്മൾ കയറിഞ്ഞ് പുറത്തെടുത്ത് അവൻ കൊണ്ടുവന്ന സമയത്ത് അവൻ ഭയങ്കര ഡേഞ്ചർ പോത്തായിരുന്നു. നമ്മൾ ഈ വലിയ 4 പോത്തുകൾക്കും വിലക്കാരൊക്കെ വരുന്നുണ്ട്. 1.60 വരെ പറഞ്ഞിട്ടുണ്ട് 4 പോത്തിനും കൂടെ.
40 മേനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1.80 കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാമെന്നുള്ള ഇതിൽ തന്നെയാണ്. ഒരു 1.70 ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഒരു 6 മാസം കൂടെ ഇട്ടേക്കും. നബിദിനം ആ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ കൊടുക്കാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ കൊടുക്കത്തില്ല. അങ്ങനെ മൂക്കയറും കെട്ടിത്തീർന്ന് നമ്മൾ ഒരാളെ മൂക്കയറ് മാറിയത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അയാൾ ഈസി ആയിരുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. നല്ല മഴയും പെയ്യുന്നതുകൊണ്ട് ഫോൺ നനയെന്നുള്ള ഇതിൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ആളിനെ മൂക്കയറ് മാറുന്നതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂക്കയറൊക്കെ മാറാൻ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. സൈലൻറ്റ് പോത്താണെങ്കിൽ ഈ 2 കയറിടേണ്ട കാര്യമില്ല. ഒരു തെങ്ങിലോ അടക്കാമരത്തിലോട്ടോ കുറുക്കി കെട്ടി നമുക്ക് മാറാമെന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ള പോത്തുകളൊക്കെ ഞാൻ കുറ്റിക്കയറ് നിർത്തിക്കൊണ്ട് തന്നെയാണ് മൂക്കയറ് മാറിയതും എല്ലാം. ഇവൻ ഇത്തിരി ഡേഞ്ചറാണ്, അതാണ് 2 കയറ്റിലിടേണ്ടി വന്നത്. എന്തായാലും കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അവനൊരു ആശ്വാസമായിട്ടുണ്ട്, കാരണം നല്ല ടൈറ്റായിരുന്നു. ഞാൻ പിന്നെ കൊടുക്കാൻ നിർത്തിയേക്കുന്നതുകൊണ്ട് പിന്നെ മാറേണ്ടെന്ന് വിചാരിച്ചാണ്. എന്നിട്ടും മൂക്കയറ് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കറക്കിയിടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങ് മാറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അപ്പുവിൻ്റെ പോത്തിന് ഒക്കെ 2 പോത്തുകൾ കൂടെ കിട്ടിയത് 67,500 കിട്ടിയത്. 67,500 രൂപയ്ക്കാണ് വിറ്റത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ പാടത്ത് നിന്ന് കൊണ്ടുവരും, കാരണം ഏത് സമയത്താണ് വെള്ളം കയറുന്നതെന്ന് അറിയാക്കില്ല. പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ കൂട്ടി കുട്ടന്മാരെല്ലാം കുളിപ്പിച്ച് ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് വീട്ടിൽ കയറ്റും. അഴിച്ചു വിട്ട് തീറ്റിക്കാൻ പറ്റത്തില്ല, കാരണം പാടത്ത് വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട്. വയറൊക്കെ ഒട്ടി കിടക്കുകയാണ്. അവർക്ക് ശരിക്ക് പുല്ലൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അവൻ്റെ മൂക്കയറ് മാറിയിരിക്കുകയാണ്. അവനെ കൊണ്ട് കെട്ടണം. കൈത്തീറ്റ കൊടുത്തില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കൈത്തീറ്റ കൊടുക്കത്തുള്ളൂ. അവനൊരു ആശ്വാസമായി, കാരണം നല്ല രീതിക്ക് ടൈറ്റായി കിടന്നതാണ്. അവനെ കൊണ്ട് കെട്ടിട്ട് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവൻ എവിടെയാണ് കൊണ്ടുപോയെന്നറിയാൻ വയ്യാത്തത് കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. നമ്മളെ ബിലുവിന് മാത്രം നനയാതെ നമ്മൾ പകലുള്ള നേരങ്ങളിലെല്ലാം അവനെ നനയ്ക്കും. വൈകുന്നേരം ഈ ടാർപ്പേര അടിയിലാണ് കെട്ടുന്നത്. ബാക്കിയുള്ള പോത്തന്മാരെല്ലാം വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ ഫുൾ ടൈം 24 മണിക്കൂറും മഴ നനഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല, പനിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ 4 പോത്തുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 വലിയ പോത്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോദിക്കുന്നത് 1.80 4 പേർ കൂടെ. 1.60 പറഞ്ഞിട്ടുണ്ട്. 4 വലിയ പോത്ത് 5 അവർ ചോദിച്ചത്. 5 കൂടെ 1.60 തരാമെന്ന് പറഞ്ഞു ഒരാൾ. അപ്പോൾ നമ്മൾ വലിയ 4 വരെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചെറിയൊരു പോത്തുണ്ട്, അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതൊരു 5-6 മാസം കൂടെ കഴിഞ്ഞ് ഒന്ന് സെറ്റായതിനു ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങേ അറ്റം നിൽക്കുന്ന ഒരു പോത്താണ്, അപ്പോൾ കൊടുക്കാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. പെരുന്നാളിന് ഇനി ഒരു 10-20 ദിവസമുണ്ട്. അടുത്ത മാസം ജൂൺ ആദ്യ വാരത്തോടു കൂടിയൊക്കെ നമ്മൾ എല്ലാവരെയും കൊടുക്കും. ഒരാളെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും കൊടുക്കണമെന്നാണ്. പിന്നെ അതിനും ആളുണ്ടെങ്കിൽ അതിനെയും കൊടുക്കും നമ്മൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോയുമായി കാണും വരേക്കും ഓക്കെ, ബായ്.